ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ നേരെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലക്ട്രിക്കൽ ബബിൾ മേക്കറാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പാടെ ഒന്ന് ഓൾ ഓപ്ഷൻ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കും, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ മേക്കിംഗ് വീഡിയോയിൽ പോകാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു DC മോട്ടർ എടുത്തിട്ടുണ്ട്, ഗിയറുള്ള. അതുപോലെ തന്നെ ആ മോട്ടറിന് സൂട്ടായ ഒരു വീലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബബിൾസിനെ പമ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാനിൻ്റെ ലീഫ്, അതുപോലെ തന്നെ അതിനെ കറക്കാൻ വേണ്ടി DC മോട്ടർ, അതുപോലെ തന്നെ 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി, റീചാർജ് ബാറ്ററി, അതുപോലെ തന്നെ ഒരു കോപ്പറിൻ്റെ കഷ്ണം എടുക്കുന്നു വൈൻഡിങ്ങിൽ ഉപയോഗിച്ച്. പിന്നെ നമുക്ക് ബബിൾസ് ഉണ്ടാക്കാൻ വേണ്ടി ഷാമ്പുവോ, അതുപോലെ ഞാൻ കാർ വാഷിൻ്റെ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ബബിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ബബിൾസിലേക്ക് ഒരു സോപ്പ് ഓയിലേക്കോ സോപ്പോ അല്ലെങ്കിൽ ഷാമ്പു ഓയിൽ മുക്കുന്ന സമയത്ത് ബബിൾസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റിങ്ങുകൾ ആവശ്യമാണ്, അതായത് ഹോള്. ആ ഹോള് നമ്മൾ കോപ്പർ കൊണ്ട് കുറച്ച് റിങ്ങുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ഞാനിവിടെ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇതിൽ കറക്കിയിട്ട് കുറേ ഹോളുകളാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിങ് ആക്കി എടുത്തത് നമ്മുടെ ഈ ടയറിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ടയർ കറങ്ങുന്ന സമയത്ത് ഓരോ റിങ് ആയിട്ടുണ്ടാവും. അത് നേരെ നമ്മുടെ ഗിയറിൻ്റെ മോട്ടറിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഗിയർ മോട്ടറിലേക്ക് പവർ ചെയ്യുന്ന സമയത്ത് ആ വീല് കറങ്ങുന്ന സമയത്ത് നമ്മുടെ ആ ബബിൾസിലേക്കാണ് സെറ്റ് ചെയ്യുക. അപ്പോൾ ബബിൾസിലേക്ക് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഓരോ ഹോളിലേക്കും നമ്മുടെ ബബിൾസ് ഇങ്ങനെ കയറി വരും. പിന്നെ നമ്മൾ ആ ബബിൾസിനെ പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാന് നമ്മൾ ആ DC മോട്ടർ ഉപയോഗിച്ച് ആ ഫാനിൻ്റെ കാറ്റ് അതിലേക്ക് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായ നമ്മുടെ ബബിൾസിൻ്റെ ആ ഒരു ഷാമ്പു കലക്കിയ വെള്ളം നമ്മൾ ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ മോട്ടർ ആ കറങ്ങുന്ന സമയത്ത് ആ ബബിൾസിൽ മുങ്ങുന്ന വിധത്തിലായിരിക്കും നമ്മൾ ആ മോട്ടർ സെറ്റ് ചെയ്യേണ്ടത്. നമുക്കങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഗിയർ മോട്ടർ, അതായത് നമ്മുടെ ഗിയർ മോട്ടർ കറങ്ങുന്ന സമയത്ത് ആ ഒരു നമ്മൾ കുറേ ഹോളുകൾ ഉണ്ടാക്കിയ അതിലേക്ക് നമുക്ക് സെറ്റാക്കിയിരിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ വയറിങ് ചെയ്യാം. ഇതിൻ്റെ ഫാന് അതായത് മുന്നോട്ട് എയർ തള്ളുന്ന വിധത്തിലായിരിക്കണം, പ്ലസ് മൈനസ്. നമ്മൾ മോട്ടർ കറങ്ങുന്നത് നിങ്ങൾ മാറ്റി നോക്കിയാൽ മതി. അതിന് ബ്ലാക്ക് നമ്മൾ നെഗറ്റീവാണ്, അതുപോലെ തന്നെ യെല്ലോ പോസിറ്റീവായിട്ടാണ് നമ്മളിവിടെ സോൾഡർ ചെയ്യുന്നത്. ഇവിടെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. അതിലേക്ക് ഒരു വയർ നമ്മൾ എടുക്കുന്നത് പോസിറ്റീവിലേക്ക്. ആ ഒരു പോസിറ്റീവിൻ്റെ കണക്ഷൻ നമ്മൾ നേരെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാണ്. സ്വിച്ചിൻ്റെ ആ എൻഡിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ നേരെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മോട്ടറിൻ്റെ ഫാനായി കറങ്ങാൻ ഉപയോഗിക്കുന്ന ആ ഫാനിൻ്റെ ആ കണക്ഷനിൽ നിന്നും വരുന്ന പോസിറ്റീവും, അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു വയറും കൂടെ നമ്മൾ സോൾഡർ ചെയ്യുന്നത്. ആ ഒരു സോൾഡർ ചെയ്യുന്ന വയർ നമ്മൾ നേരെ നമ്മുടെ ഗിയർ മോട്ടറിൻ്റെ ഏതെങ്കിലും ഒരു പോസിറ്റീവോ ഏതൊരു നെഗറ്റീവിലേക്ക് നമ്മൾ നേരെ ആ സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെച്ചിരുന്ന നമ്മുടെ ഫാനിൻ്റെ ലീഫ് കറക്കാൻ വേണ്ടി വെച്ച മോട്ടറിൻ്റെ നെഗറ്റീവ് സപ്ലൈയും, അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു വയർ കൂടെ എടുത്തിട്ട് നമ്മുടെ ഗിയർ മോട്ടറിലേക്ക് സോൾഡർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ നമ്മൾ എക്സ്ട്രാ ഒരു വയർ എടുത്ത് അതിൻ്റെ തല എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ 5 വോൾട്ടിൻ്റെ 4.7 വോൾട്ടിൻ്റെ ബാറ്ററി, ലിഥിയം ബാറ്ററിയുടെ നെഗറ്റീവ് സപ്ലൈയിലേക്കും കണക്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് കറങ്ങുന്നത് കാണാം. നമ്മുടെ ഈ സ്വിച്ചും അതുപോലെ തന്നെ ലിഥിയം അയൺ ബാറ്ററിയും നമ്മുടെ ഈ ഒരു കേസിൻ്റെ മുകളിലേക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ ഷാമ്പു കലക്കിയ വെള്ളം നമ്മൾ നേരെ അതിൻ്റെ പാത്രത്തിൽ ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആ ഗിയർ മോട്ടർ വരുന്ന അതിൻ്റെ നമ്മൾ കോപ്പർ കൊണ്ട് റിങ്ങും കവർ ചെയ്യുന്ന വിധത്തിലായിരിക്കുന്നു അതിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫാന്, അതായത് കാറ്റുണ്ടാക്കാനുള്ള ഫാന് അതിൽ വെള്ളത്തിൽ തട്ടാത്ത വിധത്തിലായിരിക്കണം നമ്മൾ വെള്ളം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫാനിന് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫാനിൻ്റെ കാറ്റ് കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു മൾട്ടിപ്പിളിൻ്റെ കഷ്ണം വെച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫാന് ഏത് പൊസിഷനിലേക്കും തിരിക്കുന്ന വിധത്തിലാണ് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, സി യു.